ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മഞ്ജു എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് മഞ്ജു, യഥാർത്ഥ പേരല്ല. വീട് കോട്ടയത്താണ്. എൻ്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അവർ ബന്ധുക്കളായിരുന്നു. അതിൽ 2 കുട്ടികളുണ്ടായി. മൂത്തതാണ് ഞാൻ, എൻ്റെ ഇളയത് അനിയനാണ്. അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയല്ല പഠിക്കുന്നത്, കേരളത്തിന് വെളിയിലാണ്. എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്സുകാരനാണ്. പണ്ടൊട്ട് ഞങ്ങൾക്ക് അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രീതിയിലാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അച്ഛനും അമ്മയും എപ്പോഴും സ്നേഹത്തിൽ തന്നെയായിരുന്നു. മാഡം, ഈ ഒരു 2 വർഷം മുമ്പ് വരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നിന്നോട് ആദ്യം പറഞ്ഞിട്ട് വേണം നിൻ്റെ സഹോദരനോട് എനിക്കിത് പറയാൻ. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷേ വേറെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു, അമ്മ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മളെ വിട്ട് പോവാണ്. അച്ഛൻ എന്ത് പറ്റി? എന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമൊന്നും അച്ഛനില്ല. പിന്നെ അച്ഛൻ എന്തുവാ, വലിയ സന്യാസം സ്വീകരിച്ച് പുറപ്പെട്ടു പോവുകയാണോ? സന്യാസമൊന്നും സ്വീകരിക്കുന്നില്ല, പുറപ്പെട്ടു പോവുകയാണ്. അമ്മ എന്തൊക്കെ വട്ടാണ് ഈ പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, മോളെ, അച്ഛൻ ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ചു. ഞങ്ങൾ 2 പേരും ബന്ധുക്കളായിരുന്നു. സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. 2 കുട്ടികളുണ്ടായി. അമ്മ എന്തുവാ ചരിത്രം പറഞ്ഞോളൂ ഓരോ കഥകളൊക്കെ പറഞ്ഞത്? അതല്ലടി, നീ കേൾക്ക്. ഇത്രയും കാലം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലായിരുന്നു. അതിന് ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പോൾ സംഭവിച്ചത്, കഴിഞ്ഞ് 1 വർഷമായി അച്ഛൻ ഒരു സ്ത്രീയുമായി സ്നേഹത്തിലാണ്. അമ്മ എന്തായി പറഞ്ഞത്? അച്ഛൻ ആരുടെ പ്രേമം? പ്രേമമാണെങ്കിലും സ്നേഹമാണെങ്കിലും ആ പെണ്ണിന് 25 വയസ്സേ ഉള്ളൂ. ഞാനത് കിട്ടി ഞെട്ടിപ്പോയി. അമ്മേ, അച്ഛൻ്റെ മോളാകാനുള്ള പ്രായമല്ലേ ആ പെണ്ണിനുള്ളൂ. പ്രേമിക്കുമ്പോൾ പ്രായവ്യത്യാസം തോന്നില്ല മോളെ. നിൻ്റെ അച്ഛന് എന്നേക്കാൾ 1 വയസ്സിന് മാത്രമല്ലേ മൂപ്പുള്ളൂ. പക്ഷേ ഈ പെണ്ണ് ശരിക്കും അച്ഛൻ്റെ മോളാകാൻ എന്നേക്കാൾ 1-2 വയസ്സ് മൂത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ സോഷ്യൽ മീഡിയ വഴിയാണ് ആ പെൺകുട്ടി പരിചയപ്പെട്ടത്. ചാറ്റ് ചെയ്ത് 2 പേരും കൂടി രഹസ്യമായി സ്നേഹം തുടങ്ങി. അവളാണെങ്കിൽ അങ്കിൾസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണാണത്രേ. നിൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആദിയും പൂതിയും ഇളകി. അവൾ അച്ഛനെ തൃശ്ശൂരേക്ക് വിളിച്ചു. അവിടെ ചെന്ന് നേരിട്ട് കണ്ട് പ്രണയമൊക്കെ പറഞ്ഞ് 2 പേരും കൂടെ പലയിടത്തും കറങ്ങാൻ പോയി. അച്ഛൻ ബിസിനസ്സാണെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് വന്നാലും നമ്മൾക്കാർക്ക് സംശയമില്ലല്ലോ. അത് അവർക്ക് 2 പേർക്കും അനുഗ്രഹമായി. അങ്ങനെ 2 പേരും കൂടെ പ്രണയത്തിൽ നടക്കുകയായിരുന്നു കഴിഞ്ഞ 1 വർഷം കാലം. അയ്യോ, അമ്മ എങ്ങനെ അറിഞ്ഞു? അച്ഛൻ്റെ മൊബൈൽ നോക്കിയോ? അച്ഛൻ അത് ആരുടെ കയ്യിലും കൊടുക്കാറില്ലല്ലോ. അച്ഛൻ്റെ മൊബൈൽ നോക്കിയതൊന്നുമല്ലടി. എൻ്റെ മൊബൈലിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ വന്നു. ആ പെണ്ണും നിൻ്റെ അച്ഛനും തമ്മിലുള്ള കേളി വിലാസത്തിന് വീഡിയോ. ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ആരാണെന്ന്. അവൾ വിളിക്കാൻ പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ തത്ത പറയും പോലെ മണിയായിട്ടെല്ലാം പറഞ്ഞു. അവൾക്ക് പ്രേമം മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ അവൾ കൂടെ താമസിക്കാൻ വിളിച്ചു, ഒരു കുടുംബം ഉണ്ടാക്കാൻ. അച്ഛൻ പറഞ്ഞു, അങ്ങനെയല്ല, പ്രേമിച്ച് മാത്രം നടക്കാം, നമുക്ക് വീട്ടുകാരറിയാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഒരുമിട്ട് നടക്കുന്ന ആ പെണ്ണിന് അത് പോരാ. അവൾക്ക് അച്ഛൻ കൂടെ ചെന്ന് താമസിക്കണം. ഇല്ലെങ്കിൽ അച്ഛനും അവളും തമ്മിലുള്ള ഈ വീഡിയോ ഒക്കെ അവൾ പുറത്തു വിടുമെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ കൂടെ ചെന്ന് താമസിക്കണം. അച്ഛനതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അപ്പോഴാണ് എൻ്റെ നമ്പർ അവൾ തപ്പിപ്പിടിച്ച് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നത്. അല്ല, അമ്മയുടെ നമ്പരൊക്കെ അവൾക്ക് എങ്ങനെ അറിയാം? എടി, നിൻ്റെ അച്ഛൻ്റെ മൊബൈലൊക്കെ അവളെടുത്ത് നോക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ ചെല്ലുമ്പോഴാണല്ലോ അതിന് പൂട്ടും കിട്ടും. അവൾക്ക് അങ്ങനെയൊന്നുമില്ല. അവർ തമ്മിൽ പ്രേമമല്ലേ, അങ്കിളും മോളും. അവരുടെ പ്രേമം നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല. പണ്ട് ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ പ്രേമിച്ചത് ഒരു ദിവ്യമായ പ്രേമമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തേത് ആ പ്രേമമൊന്നുമല്ല. അമ്മ എന്താ ഇങ്ങനെ അവാർഡ് പടം പോലെ സംസാരിക്കുന്നത്? എടീ, നിൻ്റെ അച്ഛനോട് ഞാൻ പലവട്ടം ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഈ വീഡിയോ വന്നപ്പോൾ കാണിച്ചു. അപ്പോൾ നിൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? അവളുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ കൂടെ നിൽക്കണമല്ലോ, നമ്മളല്ലേ പുള്ളിയുടെ കുടുംബം. അതുകൊണ്ട് പുള്ളി ഡിഫെൻസ് ചെയ്ത് നിൽക്കുകയാണ്. അവളോട് ഒരു മറുപടിയും കൊടുത്തിട്ടില്ല. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഇത്തിരി സൂക്കേട് കൂടുതലുമാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ഓരോ കൈ പ്രയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനത് തലവേദനയാണ്. അവസാനം ഞാൻ കുറെ കരഞ്ഞു.
നിങ്ങളെ അറിയിച്ചില്ല. പക്ഷേ ഒരാഴ്ചയ്ക്കിപ്പുറം ഞാൻ തീരുമാനമെടുത്തു. അച്ഛൻ അവരുടെ കൂടെ പോയി താമസിക്കട്ടെ. അവളും അച്ഛനും കൂടെ അവിടെ ഒരു കുടുംബത്തിൽ താമസിക്കും. നമുക്കച്ഛൻ മാസം ചെലവിന് തരാം. ഇങ്ങോട്ടവൾ വിടില്ലെന്നാണ് പറഞ്ഞത്. അമ്മ എന്ത് തോന്നിയാസൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അച്ഛനെ വേറെ വീട്ടിൽ താമസിക്കാൻ അമ്മ സമ്മതിക്കുമോ? അവളുടെ സ്വന്തമായിട്ട് അച്ഛനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? എടേ, ആദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുഴുവനും കരഞ്ഞു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് അങ്ങേരെ ഫ്രീ ആക്കി വിടുന്നതാണ് നല്ലത്. നമ്മളോട് ഒരാത്മാർത്ഥതയില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ എന്തിനാടി വെറുതെ വീട്ടിൽ നിൽക്കുന്നത്? എന്നോട് അയാൾക്ക് യാതൊരു താല്പര്യമില്ല. കഴിഞ്ഞ് 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ അടുത്ത് വരികയോ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എന്നെ ഒന്ന് തൊടുകയോ ചെയ്തിട്ടില്ല. എങ്കിലും എനിക്ക് ഇത്രയും വലിയ 2 മക്കളുണ്ടല്ലോ. അതുകൊണ്ട് സഹിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാനതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല. എൻ്റെ മോഹങ്ങളും മറ്റു കാര്യങ്ങളും നിന്നോട് എനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാമല്ലോ. നിനക്ക് ഇത്രയും പ്രായമായല്ലോ. അമ്മേ എന്ന് വെച്ച് അച്ഛൻ്റെ പാടിന് വിടരുത്. അച്ഛനെ മുറുക്കി പിടിക്കണം. അമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട മോളെ, ആത്മാർത്ഥമില്ലാത്ത ഒരാൾ പോയിക്കോട്ടെ. അതുമാത്രമല്ല, ആ പെണ്ണുമായിട്ട് ഇപ്പോൾ 1 വർഷമായി സ്ഥിരമായ ബന്ധമുണ്ട്. അങ്ങനെ ഒരാളെ എനിക്കെന്തിനാടി? എനിക്ക് ആവശ്യമില്ല. എന്തിനാണ് കണ്ടിടത്തൊക്കെ പോയി വന്നൊരാളെ? അങ്ങനെയാണെങ്കിൽ പുതിയ നല്ല ചെക്കന്മാരെയൊക്കെ എനിക്കും കിട്ടില്ലേ? അത് നോക്കരുതോ? ഫ്രഷ് എന്തിനാണ് ഇയാളെ? എനിക്ക് വേണ്ട. എൻ്റെ മനസ്സിൽ പ്രേമവും ബന്ധവും എല്ലാം പോയി. വേണമെങ്കിൽ അങ്ങനെ വിവാഹമോചനം ചെയ്ത് അവളുടെ കൂടെ പോയി 2ാമത് കിട്ടി ജീവിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ പൈസ, അതിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് യാതൊരു പൊത്തുവരുത്തവുമില്ല. എനിക്കും നിങ്ങൾക്കും കഴിയാനുള്ള പൈസ കറക്റ്റായിട്ട് തരണം. ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഒന്നുകിൽ സ്നേഹം, അല്ലെങ്കിൽ സമ്പത്ത്. അല്ലാതെ ഞാൻ പിന്മാറില്ല. അങ്ങേരെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോട്ടെ. നമുക്ക് സുഖമായി കഴിയണം. പോയിക്കോട്ടെ, ആത്മാർത്ഥമില്ലാത്ത എല്ലാവരും പോയിക്കോട്ടെ എന്നമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. അച്ഛൻ വന്നപ്പോൾ അച്ഛനോട് ഞാൻ ഒത്തിരി വട്ടം ചോദിച്ചു. പക്ഷേ അച്ഛന് മറുപടിയില്ല. എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു ദിവസം അച്ഛൻ എല്ലാം എടുത്തുകൊണ്ട് അവളുടെ കൂടെ പോയി. അവർ അവിടെ വീടോ മറ്റോ എടുത്ത് താമസം തുടങ്ങി മാഡം. പിന്നീട് പുള്ളിക്കാരൻ ഞങ്ങളെ പലപ്പോഴും വിളിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കും. അതല്ലാതെ നേരിട്ട് വന്ന് കണ്ടതേയില്ല. അമ്മയും ഞാനും അനിയനും ഒക്കെ പിന്നീട് ഒറ്റയ്ക്കുള്ള ജീവിതം തുടങ്ങി. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനില്ലാത്ത ജീവിതം. പഴയൊരു അന്തരീക്ഷമായിരുന്നില്ല വീട്ടിൽ. ആകെക്കൂടി അത് മാറിപ്പോയി. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് പോകുമല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ദിവസം പറഞ്ഞു, അലടി, നിൻ്റെ അച്ഛൻ പോയി ഒരു കൊച്ചു പെണ്ണിൻ്റെ കൂടെ സുഖിച്ച് ജീവിക്കുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നു. അതിന് കാര്യമില്ല. നമുക്ക് കഴിയാനുള്ള പണമുണ്ട്. അയാൾ തരികയും ചെയ്യും. പിന്നെ ലീഗലി നോക്കുമ്പോൾ അയാൾ എൻ്റെ ഭർത്താവാണ്, നിങ്ങളുടെ അച്ഛനുമാണ്. അതൊന്നും അയാൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മളെന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് വിഷമിക്കുന്നത്? നമുക്കും നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കണം. നമുക്ക് എവിടെയെങ്കിലേക്ക് യാത്ര പോകണം അവധി ദിവസങ്ങളിൽ. ബാക്കിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഷോപ്പിങ്ങും പർച്ചേസും ഒക്കെ ആയിട്ട് ഈ വീട്ടിലിരുന്ന് വെറുതെ ബുദ്ധിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സെൻറ്റിമെൻറ്റ്സ് ഇറക്കരുത്. നമുക്കിനി അടിച്ചു പൊളിക്കണം. ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കറങ്ങാൻ പോകണം. എന്നിട്ട് ഫേസ്ബുക്കിൽ അതിനൊക്കെ വീഡിയോയും എല്ലാം ഇടണമെന്ന് അമ്മ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അനിയനും ഒക്കെ ഒരു ഉത്സാഹമായി. അനിയനാണെങ്കിൽ ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനെ ഒട്ടും ഇഷ്ടമില്ലാതായി. പിന്നീടാണ് അമ്മയും ഞാനും അനിയനെയും കൂടെ പല യാത്രയ്ക്കും പോയത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഉണ്ട്. പലയിടത്ത് പോയി റീൽസൊക്കെ ഇടാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ വല്ലാതെ പ്രശസ്തരായി. അമ്മയും അനിയനും പിന്നെ ഞാനും. ഓൺലൈനിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒത്തിരി ആരാധകരുണ്ടായിരുന്നു. പലരും ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു. ഞങ്ങളതിനെല്ലാം തിരിച്ച് മറുപടി കൊടുത്തു. അമ്മയ്ക്കായിരുന്നു ആരാധകർ കൂടുതൽ. ഒത്തിരി ചുള്ളൻ ചെക്കന്മാർ, ആൻറ്റി സൂപ്പറാണ്, ഇത്രയും പ്രായമുണ്ടെങ്കിലും ഒരു 35 വയസ്സേ പറയൂന്ന് പറഞ്ഞ് പല ചെക്കന്മാരും അഭിനന്ദിച്ച് മെസ്സേജ് അയച്ചു. ചിലരൊക്കെ നിങ്ങളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് കാണുന്നില്ലേ? മരിച്ചു പോയതാണോ? ഡിവോഴ്സാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചു. ചിലരോടമ്മ ഭർത്താവ് മരിച്ചു പോയെന്നും ചിലരോട് ഡിവോഴ്സ് ആയെന്നും ഒക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനും ഏതിനും തയ്യാറായി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് പലരും മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതിൽ 18 വയസ്സുള്ള ചെക്കന്മാർ മുതൽ 50 വയസ്സായുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻബോക്സിൽ ആരാധക വൃന്ദങ്ങളുടെ ചാറ്റുകൾ പെരുകുകയായിരുന്നു. എന്നെയും ചിലർക്ക് ഒത്തിരി ഇഷ്ടമായി. കല്യാണം കഴിക്കണമെന്നും അതല്ല എനിക്കെന്തെങ്കിലും വേറെ ബിസിനസ് ഉണ്ടോ, അമ്മയും മോളും അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെ ഞങ്ങൾ അവഗണിച്ചു. പക്ഷേ
ചില പ്രശസ്തരായ വ്യക്തികൾ എന്ന് വെച്ചാൽ 10 പേർക്ക് അറിയാവുന്ന ആളുകൾ പോലും ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. കൊളാബറേഷൻ ചെയ്യാൻ വരുമോ, നമുക്കൊന്നിച്ച് ടൂറ് പോകാം, ഒന്നിച്ച് റീൽസ് ചെയ്യാം, അവിടെ വെച്ച് നിങ്ങൾക്ക് ഞാൻ എൻ്റെ സ്നേഹം തരും എന്നുള്ള രീതിയിലൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളായിരുന്നു. അതൊക്കെ നയപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയൻ പഠിക്കാൻ പോയത്. അവന് വേണ്ട പണമെല്ലാം കൊടുത്ത് അവനെ വേറെ സംസ്ഥാനത്ത് സെറ്റിലാക്കിയല്ലോ. പിന്നെ അച്ഛൻ ഞങ്ങളോടൊന്നും മിണ്ടിയില്ലെങ്കിലും കറക്റ്റായിട്ട് പണം അയക്കും. ചിലപ്പോൾ ബൾക്ക് എമൗണ്ട് അയച്ചു തരാറുണ്ട്. പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ സാമാന്യം പ്രശസ്തനായ ചെറുപ്പക്കാരൻ, വിവാഹിതനല്ല, അയാൾ അമ്മയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. ചേച്ചി, നമുക്കെല്ലാവർക്കും കൂടി ടൂറ് പോയാലോ? ഒരു ഗ്രൂപ്പുണ്ട്, ഒരു 10-15 പേര്, കുറച്ചൊക്കെ ഒന്ന് വളർന്നു വരുന്ന താരങ്ങളാണ്. എന്നിട്ട് നമുക്കവിടെ വെച്ച് ഗ്രൂപ്പായിട്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഹോട്ടലിൽ താമസം, എല്ലാവരും കൂടെ ചേർന്നുള്ള ഫണ്ണ്, ഫുഡ് ഒക്കെ ഉണ്ട്. നല്ലൊരു ടൂറാണ്. മറ്റു കാര്യങ്ങളൊന്നുമില്ല ചേച്ചി. സ്ത്രീകൾക്ക് 100% സുരക്ഷിതത്വം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ചേച്ചി മോളും വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും നാളും ഞങ്ങൾ പലതിനും പോകാൻ മടിച്ചു. ഇത് കൊള്ളാമെന്ന് അമ്മ പറഞ്ഞു. പാവം പയ്യൻ. അതുമാത്രമല്ല, സ്ത്രീകളുടെ സുരക്ഷിതം അവൻ വാഗ്ദാനം ചെയ്തല്ലോ. അത് നല്ലൊരു സംരംഭമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞാനും അമ്മയും കൂടെ ആദ്യമായി ഇത്തരമൊരു ഗ്രൂപ്പ് മീറ്റിങ്ങിന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം അവർ നന്നായി അറേഞ്ച് ചെയ്തിരുന്നു. പിന്നെ കോമണായിട്ട് ഞങ്ങൾക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു 10-24 പേരുണ്ടായിരുന്നു മാഡം. അവിടെ എല്ലാവരും ചേർന്ന് പല ഗെയിമുകളുണ്ടായിരുന്നു. പിന്നെ ആ റിസോർട്ടിൽ തന്നെ പല ഗെയിംസ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. റീൽസ് എടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ നല്ല രസം, നല്ല ഫുഡ്, എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. അമ്മയാണെങ്കിൽ മതിമറന്നങ്ങ് തുള്ളുകയാണ്. അമ്മയുടെ ഉള്ളിൽ ഇത്രയും കലകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അവിടെ ചെന്നപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇങ്ങനെയുള്ള ഗാദറിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകണം. മൈൻഡ് റിലാക്സ് ആകും. അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ക്യാമ്പ് ഫയറും ലിക്കറും ഒക്കെ ഉണ്ടായിരുന്നു മാഡം. പക്ഷേ അതിൽ കുടിക്കാത്തവരായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മറ്റു വന്ന പെണ്ണുങ്ങൾ കളിയാക്കി, നിങ്ങൾ രണ്ടുപേരും എന്താ ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ച ആൾക്കാരല്ലാത്തത്? നിങ്ങളുടെ റീൽസ് ഒക്കെ കാണുമ്പോഴേക്കും നിങ്ങൾ ഭയങ്കര മോഡേൺ ആണെന്ന് തോന്നുമല്ലോ. പക്ഷെ നിങ്ങളെന്താ ഇത്തിരി മദ്യം പോലും കഴിക്കാത്ത എന്ന് ചോദിച്ചു. ശീലമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞെങ്കിലും അവർ ഞങ്ങൾക്ക് മദ്യം ഒഴിച്ചു തന്നു. അമ്മയും ഞാനും മുഖത്തോട് മുഖം നോക്കിയിട്ട് അവരുടെ കൂട്ടത്തിൽ ചേർന്നാൽ പിന്നെ നമ്മളെല്ലാം മറക്കുമല്ലോ. ഇത്തിരി രുചിച്ചു നോക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഒരു രസം പോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവിടെ പല ഗെയിംസ് നടന്നു. ഇവിടെ വന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും നല്ല ഫീച്ചറുള്ള പെണ്ണാരാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഏത് ഫീച്ചറാണ് നിങ്ങൾക്ക് നന്നായി തോന്നിയത് എന്നുള്ളതായിരുന്നു അവിടെ പറയേണ്ടത്. അതിൽ ആണും പെണ്ണുമെല്ലാം പങ്കെടുക്കണം. പിന്നീട് ആണുങ്ങളുടെ ടേണും വരും. പക്ഷേ മാഡം, ഇതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ ശരീരവടിവിനോട് ഭയങ്കര താല്പര്യം. ഞാൻ നല്ല സ്ലിം ബ്യൂട്ടിയാണെന്നാണ് അവരെല്ലാം പറഞ്ഞത്. മോഡേൺ യുഗത്തിലെ പെണ്ണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവിടെ എല്ലാവരെയും കൈയടിപ്പിച്ചത് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ ചില സവിശേഷതകളാണ്. അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിനും അവകാശപ്പെടാൻ പറ്റാത്ത ചില മുന്നഴകും പിന്നഴകും അമ്മയ്ക്കുണ്ടെന്ന് അവിടെയുള്ള ആണുങ്ങളെല്ലാം പ്രഖ്യാപിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ പോലും അസൂയപ്പെടുന്ന ചില കാര്യങ്ങൾ ചേച്ചിക്കുണ്ട്, ആൻറ്റിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അമ്മയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാതകറാണി എന്നുള്ള പട്ടം അമ്മയ്ക്കാണെന്ന് രാത്രി കിട്ടിയത്. അമ്മ ശരിക്കും അത് ആസ്വദിക്കുകയും ചെയ്തു, ഞെട്ടുകയും ചെയ്തു. ഉള്ളതാണോടി പെണ്ണെ, എനിക്ക് അത്രയും ഫീച്ചേഴ്സൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ അമ്മ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആകെ കൂടി അമ്മ അങ്ങ് മനം മയങ്ങി മാറുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാനിവിടെ കണ്ടത് ഒട്ടും നല്ലതല്ലാത്ത കാര്യങ്ങളായിരുന്നു മാഡം. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എക്സ്ചേഞ്ചുകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. നമ്മൾ ഓർക്കും ഇവരൊക്കെ നല്ല ഭാര്യയും ഭർത്താക്കന്മാരുമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല മാഡം. അങ്ങോട്ടും ഇങ്ങോട്ടും മോഹം പെരുകിയിട്ടാണ് ഇവരെല്ലാം കൂടെ വന്നത്. എല്ലാവർക്കും കൂടി ഒന്നിച്ച് മേളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്താനുമുള്ളൊരു വേദിയാണിതെല്ലാം. ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധനയുണ്ട്. അതെല്ലാം ഭാര്യയും ഭർത്താവും അറിഞ്ഞുകൊണ്ട് തന്നെ സാധിക്കണം. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അങ്ങനൊരു മേളമായിരുന്നു അത്. പക്ഷേ ഞങ്ങളെ വിളിച്ച ആളില്ലേ, എന്ത് കാര്യത്തോടുകൂടിയാണ് പറഞ്ഞത്? നല്ല സദാചാരവാദി പോലും സംസാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും സദാചാരം എല്ലാം പോയി.
പതുക്കെ പതുക്കെ എനിക്ക് തോന്നി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കയ്യിലാകുമെന്ന്. അതുകൊണ്ട് ഞാൻ വന്ന ഓഫറുകളൊക്കെ നിരസിച്ചു. പക്ഷേ ഇതല്ലാതെ 5-6 പേരവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, കാണാനൊക്കെ താല്പര്യമാണ്, കൗതുകമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചേരാനൊന്നും അവർക്ക് ഇഷ്ടമല്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും നിർബന്ധിക്കില്ല കേട്ടോ. മാന്യമായ ഡീലിങ്സ് ആണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയല്ലോ, ആരും ഒന്നും നിർബന്ധിക്കൊന്നുമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ വിളിച്ച ആ സെലിബ്രിറ്റി പയ്യനില്ലേ, അവൻ വന്ന് അമ്മയുടെ അടുത്തിരുന്ന് തോളിലൊക്കെ കൈയിട്ടിട്ട് എന്തൊക്കെയോ പറയുന്നു. ഒരു 10-15 മിനിറ്റോളം അവർ സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം അമ്മയുടെ കാതിൽ അവൻ എന്തോ കുറേ നേരം പറഞ്ഞു. അമ്മ തലയാട്ടി സമ്മതിക്കുന്നത് കേട്ടു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ ഇടി എന്നാ നീ പോയി കിടന്നു, മുറി അറിയാമല്ലോ, അപ്പോൾ അവിടെ പോയി കിടന്നു, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആര് വന്ന് വിളിച്ചെന്ന് പറഞ്ഞാലും തുറക്കരുത്. ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്നെ വിളിക്കാം, അപ്പോൾ മാത്രം നീ തുറന്നാൽ മതി. അല്ലാതെ ആരെങ്കിലും വന്ന് മുട്ടിക്കഴിഞ്ഞാൽ തുറക്കരുത്. തുറന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവരെ സഹായിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ എന്ന്. അല്ല അമ്മ ഇവിടെ പോവുകയാണ് മോളെ. എടി അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ ഓർക്കുകയായിരുന്നു, നിൻ്റെ മുന്നിൽ ഞാൻ എന്തിനാ മറക്കുന്നത്? എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയി. എനിക്കിപ്പോൾ മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. അവനോടെന്തോ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുന്നു. അതുകൊണ്ടാണ്. നീ എന്നോട് ക്ഷമിക്കണം. നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ, ഞാൻ നിന്നെ ഒന്നും പറയില്ല. പക്ഷേ നീ വിവാഹിതയാകാത്ത പെണ്ണാണ്. അതുമാത്രമല്ല എൻ്റെ പ്രസവം നിർത്തിയാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് അങ്ങനെയല്ല. നിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അതുമാത്രമല്ല നീ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കണം. എനിക്ക് ഇത്രയും പ്രായമായതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും വന്നാലും കുഴപ്പമില്ല. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? എടി എൻ്റെ കാര്യം സേഫാണ്, അല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നീ ഒരു പുതുമയുള്ള പെണ്ണാണ്. അപ്പോൾ നിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ നീ തന്നെ തീരുമാനിക്കുക. നഷ്ടപ്പെട്ടാലും പ്രശ്നമൊന്നുമില്ല, സേഫ് ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സേഫ്റ്റി നോക്കാൻ എനിക്കറിയാം. നിൻ്റെ അച്ഛനോടുള്ളൊരു വാശിയാണെന്ന് കൂടി നീ വിചാരിച്ചോളൂ. എന്തിനാടി ഞാൻ വെറുതെ ഇരുന്ന് തീ കായുന്നത് എന്ന് അമ്മ എന്നോട് ചോദിച്ചു. ആ നിമിഷം ഞാൻ ഓർത്തു, അമ്മയും അമ്മയുടെ ഇഷ്ടം നടത്തട്ടെ, എന്തിനാണ് ഞാൻ എതിരിടാൻ പോകുന്നത്? അതിൽ സദാചാരം നോക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു സേഫായിരിക്കണമെന്ന്. അങ്ങനെ ഞാൻ റൂമിൽ പോയി കഥ കടച്ചു. പിന്നെ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ല മാഡം. അമ്മയാണെങ്കിൽ രാവിലെ ഒരു 5:30 ആയപ്പോഴാണ് എന്നെ വന്ന് വിളിച്ചത്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ ആ അവസ്ഥ കണ്ട് അമ്പരന്ന് പോയി. ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന്. അപ്പം അമ്മ പറഞ്ഞു, എടി അവൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ വേറെ 3 ഫ്രണ്ട്സ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു. പിന്നെ മദ്യവും ഇടയ്ക്കുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ലടി, 4 പേരും ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നപ്പോഴേക്കും ചെക്കന്മാർക്കെല്ലാം എന്നോട് നല്ല ആരാധന. 4 പേരും കൂടി 4 വശത്തു നിന്നും സ്നേഹം പകർന്നു നൽകി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മോളെ? എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി. ഒന്നും ഓർമ്മയില്ല. 4 കഥകളി പദങ്ങൾ എനിക്ക് പാടേണ്ടി വന്നു. എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നടക്കാൻ പോലും വയ്യ. ഞാനിവിടുന്ന് ഉച്ച കഴിഞ്ഞിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അവരെല്ലാം രാവിലെ പോകും. നമുക്ക് ഒരു ദിവസത്തെ റൂം റെൻ്റൂടെ കൊടുത്ത് ഇവിടെ താമസിക്കേണ്ടി വരുവടി. കാര്യം എനിക്ക് അത്രത്തോളം ക്ഷീണമുണ്ട്. എന്നാലും അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്? 4 പേരോ? അതുമാത്രമല്ല അമ്മ ഇത്രയും കുടിച്ചിട്ട് എന്തുദ്ദേശിച്ചാ? അപ്പം അമ്മ പറഞ്ഞു, എടി എനിക്ക് നല്ല ക്ഷീണമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അപകടത്തിലല്ല. ഇന്നലത്തെ രാത്രി എനിക്ക് മറക്കാനാവാത്ത രാത്രിയായിരുന്നു. 4 നല്ല സുന്ദര കുട്ടപ്പന്മാർ. എത്രയോ പേർ സോഷ്യൽ മീഡിയ വഴി അവരെ മോഹിക്കുന്നുണ്ടാകും. ഞാനല്ലേ അവരുടെയൊക്കെ സ്വപ്ന റാണിയായിട്ട് വന്നത്. അതുമാത്രമല്ലടി, നിൻ്റെ അച്ഛനോടുള്ള പ്രതികാരം എനിക്ക് ഇന്നലെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നുരഞ്ഞു പൊങ്ങി. ഒരു കൊച്ചു പെൺകുട്ടി കണ്ടപ്പോൾ അയാൾ നമ്മളെ ഇട്ടിട്ട് പോയി. അങ്ങനെയാകുമ്പോൾ 4 ചെക്കന്മാർ എന്നെ ആരാധിക്കുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്താൽ എന്താടി കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്നാലും അമ്മയുടെ പ്രായം ആരോഗ്യം നോക്കണ്ടേ? 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നവുമില്ല. ഇത്തിരി ക്ഷീണമുണ്ട്. ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ, തുടക്കത്തിൻ്റെതാണ്. ഇനി പോകെ എല്ലാം ശരിയാകും. അപ്പം അമ്മ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാൻ ഉദ്ദേശിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക. അതിനല്ലേ മോളെ ജീവിതം. നിനക്ക് വേണമെങ്കിൽ എന്തുമാകാം. ഞാൻ പറഞ്ഞല്ലോ, സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യം ഞാൻ സൂക്ഷിച്ചോളാം. ഒന്ന് റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഞാൻ ശരിയാകുമെന്ന് പറഞ്ഞു. അമ്മയുടെ ആ ധൈര്യം കണ്ട് ഞാനും അങ്ങ് ഞെട്ടിപ്പോയി മാഡം. അമ്മയുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവമൊക്കെ എന്നെ മാറ്റി മാഡം. പിന്നീട് എനിക്കും ഇഷ്ടം തോന്നുന്ന, സ്വപ്നതുല്യമാണെന്ന് തോന്നുന്ന പല ഓഫറുകളും ഞാൻ സ്വീകരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒത്തിരി മീറ്റപ്പുകൾ ഉണ്ടായി. അവിടെയെല്ലാം ഞാൻ മുന്നും പിന്നും അറിയാതെ അറിഞ്ഞു പെരുമാറി വിശാലമായ തടാകം പോലെയായി മാഡം. എൻ്റെ മനസ്സ്
ഒഴുകുകയാണ് എപ്പോഴും. അത് ഇതുവരെ വിവാഹത്തെ പറ്റിയിട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഞാൻ മീറ്റപ്പ് ചെയ്ത ഒരാൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കും പല ബന്ധങ്ങളുമുണ്ട്, പല മീറ്റപ്പിനും പോകാറുണ്ട്. അതേ ഒരു മീറ്റപ്പ് വെച്ചാണ് ഞാനും കണ്ടത്. പുള്ളി പറഞ്ഞത് വിവാഹശേഷം എല്ലാം നിർത്തി നമുക്ക് മാതൃകാ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സ്നേഹിച്ച് ജീവിക്കാമെന്നാണ്. പക്ഷേ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അത് മനോഹരമായ കള്ളമാണ്. നിന്റെ അച്ഛൻ കാണിച്ചതിനേക്കാൾ ക്രൂരത അവനിൽ നിന്ന് നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. അല്ലെങ്കിൽ അവനോട് നീ പറയുക, നമുക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് മുന്നും കല്യാണത്തിന് പിന്നെയും ഇതേപോലെ തന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കാം. നീ പോകുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ പോകുന്നതിൽ നിനക്ക് പ്രശ്നമില്ല. അങ്ങനെ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒന്നും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നടക്കില്ല. ആ ഒരു ബന്ധത്തിന് പോകാതിരിക്കാൻ നല്ലതെന്ന് അമ്മ പറയുന്നു. അയാളാണെങ്കിൽ പറഞ്ഞത് കല്യാണം കഴിയുന്ന നിമിഷം മുതൽ അങ്ങ് മാറാമെന്നാണ്. യഥാർത്ഥത്തിൽ അമ്മ പറയുന്നതാണോ ശരി, അയാൾ പറയുന്നതാണോ ശരി മാഡം? എനിക്കാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളോ ജീവിക്കുന്ന ജീവിതത്തെയോ കാണിച്ച കാര്യങ്ങളെയോ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊന്നുമല്ല ജീവിതത്തെ കാണേണ്ടത്. പക്ഷേ എന്നാലും നിങ്ങളുടെ അമ്മ അതിനെ എടുത്ത രീതി എന്ന് പറയുമ്പോഴേക്കും അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. പല പെണ്ണുങ്ങളുമാണെങ്കിൽ തളർന്നു പോകും. അവരാണെങ്കിൽ ഇത്രയും വർഷത്തെ സ്നേഹം, ഇത്രയും വർഷത്തെ അടുപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ ഒതുക്കി മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് അവർ മുന്നോട്ട് പോയി. പക്ഷേ ആ തീരുമാനങ്ങൾ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭർത്താവിനോടുള്ള പ്രതികാരത്തിന് ഇങ്ങനെ കറങ്ങി നടക്കുകയാണോ എനിക്കറിയില്ല. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് മധുര പ്രതികാരം ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും നിങ്ങൾ രണ്ടുപേരും ഈ വഴിക്ക് തന്നെ ഇറങ്ങി. അത് നല്ലതോ ശരിയോ എന്നുള്ളതൊക്കെ കേൾക്കുന്നവരും നിങ്ങളും തന്നെ തീരുമാനിക്കുക. എന്തായാലും നിങ്ങളുടെ അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ നമ്മൾ രണ്ടുപേരും പരിശുദ്ധരായ ഭാര്യയും ഭർത്താവുമായിരിക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എന്താ മനസ്സങ്ങെടുത്ത് മാറ്റി വെക്കുകയാണോ? അപ്പോൾ അതിൽ കള്ളത്തരമുണ്ട്. അതിലും ഭേദം അമ്മ പറഞ്ഞതുപോലെ ശരിയാ, ഞാനും ഇങ്ങനെ നടക്കുന്നു, നീ ഇങ്ങനെ നടക്കുന്നു, നമുക്കിങ്ങനെ തന്നെ നടന്നുകൊണ്ട് കല്യാണം കഴിക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വെറുതെ എന്തിനാണ് സദാചാരമൊക്കെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണറാണെങ്കിൽ ഓക്കെ. അതല്ലാതെ കല്യാണം കഴിച്ച പിറ്റേ ദിവസം മുതൽ ഞാൻ പതിവ്രതനാകും, നീ പതിവ്രതയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നടക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. ആ കാര്യത്തിൽ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം പ്രതീക്ഷിച്ച് കല്യാണം കഴിക്കരുതെന്നാണ് എനിക്കും പറയാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നല്ലൊരു പെൺകുട്ടിയായി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. ഇനി അതല്ല, ഇങ്ങനെ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ മോഹന വാഗ്ദാനം അവിടെ നിന്നോട്ടെ. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലവരാകുകയാണെങ്കിൽ അത് നല്ലത്. ഇനി അതല്ല, നല്ലവരായില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് അങ്ങനെ അങ്ങയുടെ വഴിക്ക് പോയി, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി. അപ്പോഴും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ജീവിക്കാം എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെയാകാം. അഡ്ജസ്റ്റ്മെൻ്റ് ഒരു ജീവിതമാണല്ലോ. കല്യാണം കഴിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങളിലും സെൻറ്റിമെൻറ്റ്സിലും വീഴാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ധൈര്യത്തോടുകൂടി അഭിമുഖീകരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനു വേണമെങ്കിലും ഇറങ്ങിത്തിരിക്കാം, കല്യാണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ എന്തിനാണ് വെറുതെ നല്ലൊരു ജീവിതവും സെറ്റപ്പും ഒക്കെ ഉള്ളപ്പോഴേക്കും എത്ര ഒരു കാലത്തിലേക്ക് പോയി ജീവിതം പഞ്ചറാക്കുന്നത്? അതല്ലാതെ നല്ലൊരു കുടുംബിനിയായിട്ട് കഴിയാൻ നിങ്ങൾക്ക് പറ്റില്ലേ? ആ കാര്യത്തിലും ശ്രമിക്കുക കേട്ടോ.